അസ്സലാമലൈക്കും. കല്ലാത്തു കിച്ചൺസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചൂര പുരട്ടി വയ്ക്കുന്ന ഒരു കറിയാണ് വയ്ക്കാൻ പോണത്. അതിന് ആവശ്യമായത് മുളകും മല്ലിയും വറുത്തത്, തേങ്ങ, മഞ്ഞൾപ്പൊടി, പുളി, ചുവന്നുള്ളി അരിഞ്ഞത്, പച്ചമുളക് കീറിയത്, തക്കാളി, കരിയാപ്പില. ഇനി നമുക്ക് അരപ്പടിക്കാം. മുളകും മല്ലിയും നമുക്ക് ആദ്യമേ മുളകും മല്ലിയും ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് മുളകും മല്ലിയും വറുത്ത് പൊടിച്ചത് അതിനകത്ത് നമുക്ക് തേങ്ങ ഇടാം. തേങ്ങയിട്ട് 2 കഷ്ണം ചുവന്നുള്ളി ഇട്ട്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിനിട്ട്, നമുക്ക് ശകലം വെള്ളം ഒഴിച്ച് ഒരു അരപ്പ്, പകുതി അരപ്പാക്കാം. നല്ല അരയേണ്ട, പകുതി അരപ്പ് അടിച്ചെടുക്കാം. അരപ്പ് അരച്ചതാണിത്. അരപ്പാകവേ അടിക്കാവൂ. കാര്യം നല്ല അരഞ്ഞ ആ കറി ടേസ്റ്റ് കാണത്തില്ല. കണ്ട ഇച്ചിരി പരുവത്തിന് അരച്ചെടുക്കണം. ഇനി മീൻ ഇതാണ് ചൂര. ഇത്രയും മീനിനാണ് ഈ അരപ്പ്. ഇത്രയും മീനാണ്. 2 പിടി തേങ്ങ, ഒരു 10 ഉണക്കമുളക്, ഒരു ഇച്ചിരി മല്ലി ഇതെല്ലാം കൂടെ വറുത്ത് പാകപ്പെടുത്തിയതാണ് ഈ അരപ്പ്. ഇത്രയും മീനിനാണ് ഇത്രയും അരപ്പ്. ഇനി നമുക്ക് ചട്ടി അടുപ്പി വെച്ച് തീ വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് ചൂടായി വരാൻ ഇച്ചിരി പാടാണ്. ആ വെള്ളം ഒന്ന് പറ്റട്ടെ, എങ്കിലേ എണ്ണ ഒഴിക്കാൻ പറ്റൂ. അപ്പോൾ ചട്ടി ചൂടായി. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ എണ്ണ ഒന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് ചുവന്നുള്ളി ഇടാം. ചുവന്നുള്ളി ഒന്ന് ചുമന്നാൽ മതി. ഒരു പരുവാകുമ്പോൾ നമുക്ക് പച്ചമുളകും കരിയാപ്പില ഇടാം. രണ്ട് കഷ്ണം ചുവന്നുള്ളി അരിഞ്ഞതാണ്. ഇനി നമുക്ക് പച്ചമുളക് ഇടാം. അതിനകത്ത് പച്ചമുളക് ഇട്ട് കരിയാപ്പില എല്ലാം കൂടെ ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്ക് അരപ്പൊഴിക്കാം. ഇനി ചുമക്കണം. പച്ചമുളക് എണ്ണയിൽ കിടന്നൊന്ന് വാടി, കരിയാപ്പില ഒന്ന് വാടി, ചുവന്നുള്ളി ഒന്ന് ചുമന്ന് വരുമ്പോൾ അരപ്പൊഴിക്കാം. നമുക്ക് ഉള്ളിയെല്ലാം ഒന്ന് ചുമന്ന് നല്ല അങ്ങ് കരിയേണ്ട കാര്യമില്ല. ഒരു ബ്രൗൺ കളറായി. നമുക്ക് അരപ്പൊഴിക്കാനാണ്. അരപ്പൊഴിച്ച് നമ്മൾ അരപ്പ് നല്ല ഒന്ന് എല്ലാം ഒന്ന് കൂട്ടി ഒഴിച്ചിട്ട് പുളി, പിഴിഞ്ഞ് വെച്ച പുളി ഒഴിച്ച്, മുളകും മല്ലിയും വറുത്തിട്ട് തേങ്ങ വയ്ക്കുന്നതാണ് ഏറ്റവും രുചി. ചിലർ പൊടിയും എടുക്കും. പക്ഷേ ഉപ്പ് കൈ കൊണ്ടിട്ടെങ്കിലേ എനിക്ക് പരുവം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടിടുകയാണ് ഉപ്പ്. സ്പൂൺ കൊണ്ട് കോരിയിട്ടാൽ പരുവം കിട്ടത്തില്ല. നമുക്ക് കഴുകി വൃത്തിയാക്കിയ മീനിടാം. ചൂര ഒരു മുള്ളു പോലും എടുക്കാൻ പാടില്ല. എല്ലാം മാംസ കഷ്ണമാണത്. മുള്ളും തലയൊക്കെ അങ്ങ് മാറ്റിയേക്കണം. മുള്ളൊന്നും ഇതിനകത്ത് ഇടാൻ പാടില്ല.
ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ടത് ഉലുവാപ്പൊടി കൂട്ടണം. അത് ഇനി കാണിക്കാം. ഇപ്പോൾ തക്കാളി ഇടാം. നമുക്ക് തക്കാളി ഇട്ട് കറി ഇപ്പം നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അര കരണ്ടി ഉലുവാപ്പൊടി ഇടാം. ഇവനും കൂടെ അങ്ങോട്ട് ചെന്ന് ആ മണം അങ്ങോട്ട് വരുമ്പോൾ ഉലുവാണ് ഇതിൻ്റെ പ്രധാനം. ഇതങ്ങോട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് എന്തൊന്ന് എല്ലാം കൂടെ ഒന്ന് വറ്റി വരണം. വറ്റി വരട്ട് നമുക്ക് അടച്ച് വെച്ച് തിളപ്പിക്കാം. ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ട നല്ല ചുമയിരിക്കുന്ന കണ്ട. ഇതാണ് ചൂര പുരട്ടി വെക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് തീ അണയ്ക്കാം. ഇതാണ് ചൂര പുരട്ടിയത്. ഇതിൻ്റെ കൂടെ ഒഴിച്ചുകറിയോ മോര് കാച്ചിയതോ, ഇത് ഒഴിച്ചു കൂട്ടുന്ന കറിയല്ല. ചൂര അരപ്പുമായിട്ട് ഇങ്ങനെ പെരണ്ട് ഇരിക്കും. വേണ്ട കോരി കാണിച്ചു തരാം. വേണ്ട ഇങ്ങനെ ഇരിക്കും. അരപ്പും മീനും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കണം. ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത പാചകമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.